ഇന്ത്യയുമായി ഏത് നിമിഷവും ഒരു സംഘർഷം ഉണ്ടാകാം എന്നുള്ളത് ഒരു പൊതുധാരണയാണ്. പ്രത്യേകിച്ച് പാകിസ്ഥാൻ അത് ഉറപ്പായും പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ഇന്ത്യയെ തകർക്കാൻ ഏതറ്റം വരെയും പോകും എന്നുള്ളതാണ് പാകിസ്ഥാൻ ഇപ്പോൾ നടത്തുന്ന നീക്കങ്ങളിൽ നിന്നും മനസ്സിലാകുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യ ഒഴിവാക്കിക്കൊണ്ട് ഈ ഏഷ്യൻ പ്രദേശത്ത്, പ്രത്യേകിച്ച് ദക്ഷിണേഷ്യയിൽ ഒരു സഖ്യം രൂപീകരിക്കാൻ പാകിസ്ഥാൻ ശ്രമം തുടങ്ങിയിട്ട് നാളുകളേറെയായി. പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ചൈന, ഈ 3 രാജ്യങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ടാണ് പാകിസ്ഥാൻ ഒരു സഖ്യം, സാർക്കിന് ബദലെന്നാണ് പറയുന്നത്. കാരണം സാർക്ക് രാജ്യങ്ങൾ ഇപ്പോൾ ഒരു ചത്ത അവസ്ഥയിലാണ്. സാർക്ക് ഇപ്പോൾ മുമ്പോട്ട് പോകാത്തൊരു സാഹചര്യമാണ്. അതിന് ബദലായിക്കൊണ്ട് ഈ 3 രാജ്യങ്ങളുടെ സാമ്പത്തിക, സൈനിക, പ്രാദേശികമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് അതിനെ ഒന്ന് സ്മൂത്തായി കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് ഈ സഖ്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് സഖ്യം രൂപീകരിക്കുന്നത്. ഈ 2025 ജൂണിൽ കുൻമിങ്ങിൽ ഈ 3 രാജ്യങ്ങളിലും ഒരു യോഗമൊക്കെ ചേരുകയുണ്ടായി. പക്ഷേ ഇപ്പോഴത് ഒരടി മുൻപോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. കാരണം ശ്രീമാൻ വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിൽ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇന്ത്യ ഇല്ലാതെ ഇനി ലോകത്തിന് ഒരടി മുൻപോട്ട് പോകാൻ കഴിയില്ല, പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യക്ക് ഒട്ടും കഴിയില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് സാർക്കിന് ബദലായിക്കൊണ്ട് ഇന്ത്യയെ ഒഴിച്ചു നിർത്തിക്കൊണ്ട് ഒരു സഖ്യം. അതിന് പാകിസ്ഥാൻ പറയുന്നത് ഈ പുതിയ ഒരു ദക്ഷിണേഷ്യ, അതാണ് പാകിസ്ഥാന്റെ ലക്ഷ്യം. ഒപ്പം തന്നെ ഇന്ത്യക്കെതിരെ ഏതൊക്കെ പ്ലാറ്റ്ഫോമുകൾ ഉയർന്നു വരുന്നു അവരെല്ലാം ഞങ്ങൾ പിന്തുണയ്ക്കും എന്നുള്ളതാണ്. ഇവിടെ ശ്രദ്ധേയമായൊരു കാര്യമുണ്ട്. കഴിഞ്ഞ ദിവസം ശ്രീമാൻ വ്ളാഡിമിർ പുടിൻ ഇന്ത്യ മടങ്ങിയതിന് തൊട്ട് പിന്നാലെ തന്നെ ദുബായ് സന്ദർശിക്കുകയായിരുന്ന തുർക്കിയുടെ അമേരിക്കൻ അംബാസഡർ പറഞ്ഞത് തുർക്കി ഇനി മുതൽ റഷ്യൻ ആയുധങ്ങൾ വാങ്ങുന്നില്ല, S-400 ആ ഡീല് നിർത്തിവെച്ചിരിക്കുന്നു എന്നാണ് ഈ അമേരിക്കൻ അംബാസഡർ പറഞ്ഞിരിക്കുന്നത്. അതായത് തുർക്കിയുടെ ആഭ്യന്തര വിഷയമാണ് അത്. അമേരിക്കൻ അംബാസഡറാണ് പറഞ്ഞത്. തുർക്കിയൊട്ട് നിഷേധിച്ചിട്ടുമില്ല. അതിനൊരു കാരണമുണ്ട്. തുർക്കിയും അമേരിക്കയും അത്ര രസത്തിലല്ല ഇക്കാലം അത്രയും പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല, കുറച്ചുകൂടി അടുക്കാനുള്ള ശ്രമമാണ്. അതിൻ്റെ ഭാഗമായിട്ട് റഷ്യൻ ആയുധങ്ങൾ ബഹിഷ്കരിക്കുന്നു. അതിന് പെട്ടെന്നുണ്ടായ കാരണം ഇന്ത്യയിൽ ശ്രീമാൻ പുടിൻ എത്തുകയും S-400 അടക്കമുള്ള ആയുധങ്ങളുടെ കരാറുകളിൽ ചിലത് ഒപ്പുവെക്കുകയും ചെയ്തതോടുകൂടിയാണ് അത്തരത്തിലൊരു മാറ്റം. തുർക്കിയും ഈ സഖ്യത്തിൻ്റെ ഭാഗമായേക്കും. കാരണം ദക്ഷിണേഷ്യയിലെ സാർക്കിന് ബദലായി എന്ന് പറയുമ്പോൾ അത് ദക്ഷിണേഷ്യയിൽ മാത്രം ഒതുക്കാനല്ല പാകിസ്ഥാന്റെ ലക്ഷ്യം. പകരം ഇന്ത്യക്കെതിരെ ഒന്നിക്കാവുന്ന രാജ്യങ്ങളെല്ലാം ഒന്നിപ്പിക്കുക എന്നുള്ളതാണ്. അതായത് പ്രത്യക്ഷത്തിൽ ഇന്ത്യക്കെതിരെ ശത്രുതയുള്ള രാജ്യങ്ങളെ ഒന്നിപ്പിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇതിന് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇതിപ്പോൾ ഒരടി പോലും മുൻപോട്ട് നീങ്ങാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. അതിൻ്റെ പ്രധാന കാര്യം സാർക്ക് അസോസിയേഷൻ. ഈ സാർക്ക് അസോസിയേഷന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത, അതായത് സൗത്ത് ഏഷ്യൻ അസോസിയേഷൻസ് ഫോർ റീജിയണൽ കോഓപ്പറേഷൻ ആണ് സാർക്ക്. ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ലോക ജനസംഖ്യയുടെ 3 ബില്യണോളം വരുന്ന, അല്ലെങ്കിൽ 300 ദശലക്ഷത്തോളം മുകളിൽ വരുന്ന ജനസംഖ്യ ഈ രാജ്യങ്ങളിലാണ്, സാർക്ക് രാജ്യങ്ങൾ. അപ്പോൾ അവയെ കൂട്ടിയിണക്കി മുൻപോട്ട് പോയാൽ അത് വ്യാപാര രംഗത്തായാലും വാണിജ്യ രംഗത്തായാലും ഒക്കെ വലിയ മേൽക്കൈ നേടാൻ കഴിയും. അപ്പോൾ അവരെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് മുൻപോട്ട് പോകാനാണ് പാകിസ്ഥാൻ ഇപ്പോൾ ശ്രമിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് പാക് പ്രധാനമന്ത്രി ഇർഷാദ് ദാർ പറഞ്ഞത് തങ്ങൾ അങ്ങനെ ഒരു ശ്രമം നടത്തി വരികയാണ്. അതിന് തങ്ങൾ ആരുമായി കൂട്ടുകൂടും, ഇന്ത്യ ഒഴിവാക്കി നിർത്തണമെന്നേ ഉള്ളൂ എന്നാണ്. പക്ഷേ ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരും നയതന്ത്ര വിദഗ്ധരും പറയുന്നത് ഇതിൽ ചൈന എന്തായാലും ആക്റ്റീവ് ആകാൻ സാധ്യതയില്ല. കാരണം ഇവരുടെ ലക്ഷ്യം തന്നെ വ്യാപാര വാണിജ്യ ബന്ധങ്ങൾ കൂടുതൽ ഇടങ്ങളിലേക്ക് വ്യാപിപ്പിക്കുക എന്നുള്ളതാണ്. അതിന് നിലവിൽ ബ്രിക്സ് ഉണ്ട്. ഒപ്പം തന്നെ ഇവർ ഈ പറയുന്ന ജനസംഖ്യ, ആ ജനസംഖ്യയുടെ പകുതി, ഏതാണ്ട് 140 കോടി ജനം ഇന്ത്യയിലും അത്രയും തന്നെ ജനം ചൈനയിലുമാണ്. അത് തന്നെയാണ് ഈ 300 കോടി എന്ന് പറയുന്നത്. അതിലൊരു 140 കോടി ജനം പോവുകയും വലിയൊരു വിപണി ഇല്ലാതാകുകയും ഒപ്പം തന്നെ കാര്യങ്ങളെ കാര്യക്ഷമമായി തന്നെ നേരിടുന്ന ഒരു രാജ്യമായി ഇന്ത്യ, സാമ്പത്തികമായി പാകിസ്ഥാനും ബംഗ്ലാദേശിന്റെയും ഒക്കെ 10 മടങ്ങ് ശക്തിയുള്ള ഒരു ഇന്ത്യ, ടെക്നോളജിയിലായാലും ആയുധബലത്തിലായാലും മുൻപന്തിയുള്ളൊരു ഇന്ത്യ, ആ രാജ്യത്തെ ഒഴിവാക്കിക്കൊണ്ട് ദക്ഷിണേന്ത്യയിൽ എന്ത് അസോസിയേഷൻ ഉണ്ടാക്കിയാലും അതിന് മുൻപോട്ട് പോകാൻ കഴിയില്ല. കാരണം അതിന്റെ പ്രധാന പ്രേരക ഘടകം, ചാലക ശക്തി എന്ന് പറയുന്നത് തന്നെ ഈ പറയുന്ന പണം തന്നെയാണ്. ഫണ്ട് എത്തണം. കാരണം ആയുധം ഉണ്ടായിട്ട് കാര്യമില്ല, ആയുധങ്ങൾ പ്രവർത്തിപ്പിക്കുന്നതിനായാലും ഫണ്ട് എത്തണം. ഒപ്പം തന്നെ ഈ ഒരു സഖ്യം രൂപപ്പെട്ട് വികസിക്കുന്നതിനായാലും ഫണ്ട് എത്തണം. അതുകൊണ്ട് തന്നെയാണ് ബ്രിക്സ് പോലെയുള്ള സംഘടനകൾ ശക്തി പ്രാപിക്കുന്നതിന്റെ കാരണവും അത് തന്നെയാണ്. ബ്രിക്സ് രാജ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യാപാര ബന്ധം സ്മൂത്തായിട്ട് നടക്കുന്നത് കൊണ്ട് മാത്രമാണ് ബ്രിക്സ് രാജ്യങ്ങളുടെ ഈ ഒരു സഖ്യം ഇപ്പോൾ നിലനിൽക്കുന്നത് തന്നെ. അത്തരത്തിൽ ഈ സാമ്പത്തിക സഹകരണം ഇല്ലാതായാൽ ഏതു സഖ്യത്തിനും മുൻപോട്ട് പോകാൻ കഴിയില്ല. ആയുധബലം വെച്ച് മാത്രം സഖ്യം രൂപീകരിച്ചാൽ ആ ആയുധബലവുമായി ഒരു രാജ്യവും ഈ സഖ്യത്തിലേക്ക് വരികയുമില്ല. ഇതൊക്കെ തന്നെയാണ് ഈ സഖ്യം തുടങ്ങിയെടുത്ത് തന്നെ അവസാനിപ്പിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിയത്. ഏതായാലും പാകിസ്ഥാൻ ശ്രമം അവസാനിപ്പിച്ചിട്ടില്ല, ആ ശ്രമം മുൻപോട്ട് കൊണ്ടുപോവുകയാണ്. ഏതായാലും ദക്ഷിണേഷ്യയിൽ നിന്നുള്ള ഈ പറയുന്ന രാജ്യങ്ങൾ, അതായത് ഈ പറയുന്ന ചൈനയും ബംഗ്ലാദേശും ഒന്നും കൂടെ കൂടിയില്ലെങ്കിലും കുഴപ്പമില്ല. മറ്റ് ആളുകൾ ഇന്ത്യക്കെതിരെയുള്ളവരെ കൂട്ടിയോജിപ്പിക്കും, പ്രത്യേകിച്ച് തുർക്കിയെ പോലുള്ള രാജ്യങ്ങൾ. ഇവിടെ ശ്രദ്ധേയമായൊരു കാര്യം, ദക്ഷിണേഷ്യയിൽ തന്നെയുള്ള രാജ്യങ്ങളാണ് നേപ്പാളും ഭൂട്ടാനും ഒക്കെ. അവരവരുടെ കയറ്റുമതി, അതായത്
അവരുടെ രാജ്യത്തുള്ള വസ്തുക്കൾ അല്ലെങ്കിൽ അവരുടെ രാജ്യത്തുള്ള ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യാൻ പോലും ഇന്ത്യയുടെ പോർട്ടുകളും വിമാനത്താവളങ്ങളുമാണ് ആശ്രയിക്കുന്നത്. ഇന്ത്യ തന്നെയാണ് ആശ്രയിക്കുന്നത്. അങ്ങനെ ഇന്ത്യയെ ആശ്രയിച്ച് കഴിയുന്ന അനവധി രാജ്യങ്ങൾ തന്നെ ഈ ദക്ഷിണേഷ്യ ഉള്ളപ്പോഴാണ് ഇന്ത്യക്കെതിരെ ഒരു ബദൽ നീക്കവുമായിട്ട് ഇപ്പോൾ പാകിസ്ഥാൻ മുൻപോട്ട് വരുന്നത്. കാരണം പാകിസ്ഥാനെ സംബന്ധിച്ച് ഒരു യുദ്ധം അവർക്ക് ആസന്നമാണ്. ഒന്നുകിൽ അഫ്ഗാനിസ്ഥാനുമായി ഒരു ഏറ്റുമുട്ടൽ ഉണ്ടാകേണ്ടി വരും, അത് രക്തരൂഷിതമായിരിക്കും. നിലവിൽ പാകിസ്ഥാനിൽ തന്നെ അസ്ഥിരമായ ഒരു അവസ്ഥയാണ്, ആഭ്യന്തര പ്രശ്നങ്ങളുണ്ട്, ഒപ്പം തന്നെ ഇന്ത്യയുമായ ഒരു സംഘർഷത്തിന് സാധ്യതയുണ്ട്. ഇതെല്ലാം നിലനിൽക്കുമ്പോൾ അതിനെ ബദലായിക്കൊണ്ട് ഒരു സഖ്യം രൂപപ്പെടുക എന്നുള്ളതാണ്. അതിനകത്ത് അവർ കാണുന്ന രാജ്യങ്ങൾ ചൈനയും ബംഗ്ലാദേശും തുർക്കിയും ഒക്കെയാണ്. പക്ഷേ ഈ സഖ്യത്തിലേക്ക് ചൈന പ്രത്യക്ഷമായി എത്തുമോ എന്നുള്ള കാര്യത്തിൽ സംശയം നിലനിൽക്കുകയാണ്. കാരണം ചൈനയെ സംബന്ധിച്ച് യുദ്ധമല്ല അവരുടെ ഒന്നാമത്തെ പ്രയോറിറ്റി. അവരുടെ പ്രയോറിറ്റി വ്യാപാരം തന്നെയാണ്. ആ വ്യാപാരത്തിന് ഇപ്പോൾ ഇന്ത്യയെ പിണക്കിയാൽ സ്വതവേ ദരിദ്രരായ ഈ സഖ്യത്തിലുള്ള മറ്റ് രാജ്യങ്ങളിലേക്ക് കയറ്റി വിടുക പ്രയാസകരമാണ്. പക്ഷെ നമുക്ക് ചൈന ആയതുകൊണ്ട് തന്നെ നമ്പാനും കഴിയില്ല. ഒരുപക്ഷെ യുദ്ധമോ മറ്റോ ഉണ്ടായാൽ ചൈനയുടെ പരോക്ഷ സഹായം ഒരുപക്ഷെ ഈ പാകിസ്ഥാനും ബംഗ്ലാദേശിനും ഒക്കെ ലഭിച്ചുകൂടായികയുമില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് ശ്രീമാൻ വ്ളാഡിമിർ പുടിന്റെ ഇന്ത്യ സന്ദർശനത്തിന് വലിയ പ്രാധാന്യം അറിയിക്കുന്നത്. വ്ളാഡിമിർ പുടിൻ ഇന്ത്യൻ മണ്ണിൽ വെച്ചാണ് പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകിയത്. ഒപ്പം തന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, അതിർത്തി കടന്നുള്ള തീവ്രവാദവും മറ്റുമൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഒന്നിച്ച് പോരാടാൻ തന്നെയാണ് തീരുമാനം എന്നുള്ള ഒരു വലിയ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു. റഷ്യൻ പാർലമെന്റ് അവരുടെ അധോസഭയായ ദുമ അതിന് അംഗീകാരവും നൽകിയിരിക്കുന്നു. അതായത് ഒരു സൈനിക സഹകരണ കരാറാണ്. അതായത് ഇന്ത്യയുടെ പ്രതിസന്ധി ഘട്ടത്തിൽ നേരിട്ട് തന്നെ റഷ്യ അവരുടെ ആയുധങ്ങൾ മാത്രമല്ല സൈന്യത്തെയും ഇറക്കിക്കൊണ്ട് മുൻപോട്ട് പോകുക. അതിന്റെ ഭാഗമായി റഷ്യ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ മടങ്ങിയതിന് തൊട്ടു പിന്നാലെ ഒരു ആണവ അന്തർവാഹിനി ഇന്ത്യക്ക് പരിശീലനത്തിനായിട്ട് 10 വർഷത്തേക്ക് കരാർ കാലാവധി ഇതിൽ ആ ഒരു കരാറിലായിട്ട് ഒരു ലീസിന് നൽകുന്ന ഒരു പദ്ധതി ഉദ്ഘാടനം ചെയ്യുക മാത്രമല്ല ആ അന്തർവാഹിനി ഇന്ത്യക്ക് നൽകുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെ എല്ലാ തരത്തിലും അത് പുടിൻ നേരത്തെ തന്നെ ഇന്ത്യയിലേക്ക് സന്ദർശനം നടത്തുന്നതിന് മുമ്പ് തന്നെ പ്രഖ്യാപിച്ചിരുന്നു. തങ്ങളുടെ സഖ്യരാജ്യങ്ങളെ യുദ്ധത്തിൽ പരിശീലിപ്പിക്കുക, ആധുനിക ആയുധങ്ങൾ നൽകുക, അവരുമായി കൂടുതൽ സംയുക്ത സൈനികാഭ്യാസം നടത്തുക, പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവരോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ഇനി മുതൽ ഞങ്ങളുടെ റൂള് എന്ന് പറയുമ്പോൾ ശീതയുദ്ധത്തിന് ശേഷം അമേരിക്കയുടെ കീഴിൽ ഉള്ള സഖ്യം അത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്, നാറ്റോ സഖ്യം. അതിന് ബദലായിക്കൊണ്ട് ഈ ഏഷ്യയിൽ, പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യ ഏഷ്യയിലേക്ക് ഒരു കണ്ണ് എറിഞ്ഞുകൊണ്ട് തന്നെയാണ് പുടിന്റെ നിൽപ്പ്. ഇവിടെ ചൈനയുണ്ട്, ഇന്ത്യയുണ്ട്. ഇന്ത്യയെ മാറ്റി നിർത്തിക്കൊണ്ട് മുൻപോട്ട് പോകാൻ കഴിയില്ല, ചൈനയെ തള്ളിക്കളഞ്ഞു മുൻപോട്ട് പോകാൻ കഴിയില്ല. അതിന്റെ ഭാഗമായിട്ടാണ് റഷ്യ ഇപ്പോൾ ഇന്ത്യക്കും ചൈനയ്ക്കും എണ്ണ മാത്രമല്ല നൽകുന്നത്, അവരുടെ രാജ്യത്തെ ഖനനാനുമതി കൂടി ഈ 2 രാജ്യങ്ങൾക്ക് നൽകിയിരിക്കുകയാണ്. കാരണം റയറത്ത് മെറ്റൽസ് ആയാലും ഒപ്പം തന്നെ കൽക്കരി ഖനനത്തിനുൾപ്പെടെ ഇന്ത്യയിലെ 4 കമ്പനികൾ ഇപ്പോൾ തന്നെ അവിടെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. അതായത് സ്വന്തം രാജ്യത്തെ ഇടങ്ങൾ തന്നെ ഈ പറയുന്ന സഖ്യരാജ്യങ്ങൾക്ക് നൽകിക്കൊണ്ട് കൂടുതൽ വിശ്വാസ്യതയും ഒപ്പം അതുവഴി തങ്ങളുടെ സാമ്പത്തിക അവസ്ഥ ദൃഢപ്പെടുത്തുകയുമാണ് റഷ്യ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് പാകിസ്ഥാൻ ഇപ്പോൾ ഇങ്ങനെ ഇന്ത്യയെ ഒഴിവാക്കി നിർത്തിക്കൊണ്ട് ഈ ദക്ഷിണേഷ്യയിൽ പുതിയൊരു സഖ്യം രൂപീകരിക്കാൻ ശ്രമിക്കുന്നു. ഇനി കാത്തിരുന്ന് കാണേണ്ടി വരും.